Father, we still our hearts before you this afternoon. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ പകരുന്നു. We give you thanks for the gift of your word. നിന്റെ വചനമെന്ന ദാനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. May your Holy Spirit breathe life into these words. ഞങ്ങൾ പറയുന്ന വചനത്തിലേക്ക് നിന്റെ ആത്മാവിനെ അവിടുന്ന് ആവസിപ്പിക്കണമേ. Speak to us in a new way. പുതുതായി ഞങ്ങളോട് സംസാരിക്കണമേ. Give us hearts and minds that are willing to listen to your word. നിന്റെ വചനം ശ്രദ്ധിക്കാനുള്ള ഹൃദയവും മനസ്സും ഞങ്ങൾക്ക് തരണമേ. And above all, to put it into practice in our lives. നിത്യവും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ സഹായിക്കണമേ. And so let the words of my mouth കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും and the meditation of our hearts ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും be acceptable in your sight, നിനക്ക് പ്രസാദകരമായി തീരണമെന്ന്, O Lord, my rock and my redeemer. പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ആമേൻ. We are now in the final session of the Maraman Convention. മാരാമൺ യോഗത്തിന്റെ അവസാന യോഗത്തിലാണ് നമ്മൾ ഒരുമിച്ച് വന്നു ചേർന്നിരിക്കുന്നത്. We have been hearing God's word through wonderful teachers out here. ഈ ദിവസങ്ങളെല്ലാം അനുഗ്രഹീതരായ പ്രഭാഷകരിലൂടെ ദൈവവചനം നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. We are grateful to God for this opportunity to learn from God's word, to hear his voice over and over again. ദൈവത്തിന്റെ ശബ്ദം വീണ്ടും വീണ്ടും കേട്ട് ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാൻ ലഭിച്ച ഈ അവസരം എത്ര വിലപ്പെട്ടതാണ്. In the first session which I took, we spoke about living as the people of God. ഒന്നാം ഭാഗത്ത് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് ദൈവത്തിന്റെ ജനമായി ജീവിക്കുന്നതിനെ കുറിച്ചാണ്. We looked at the life of Abraham. അബ്രഹാമിന്റെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചു. And we found that he was a man of faith, a man of obedience. നമ്മൾ കണ്ടു അവൻ അബ്രഹാം വിശ്വാസത്തിന്റെ മനുഷ്യനായിരുന്നു, അനുസരണത്തിന്റെ ആൾരൂപമായിരുന്നു എന്നുള്ളത്. And he was a man who practiced justice and righteousness. നിത്യവും നിരന്തരവും അവിടുന്ന് ന്യായവും നീതിയും അനുഷ്ഠിച്ച മനുഷ്യൻ കൂടിയാണ് അബ്രഹാം. And we saw the purpose for which God had called Abraham. ദൈവം അബ്രഹാമിനെ വിളിച്ചതിന്റെ ഉദ്ദേശവും ആ തരുണത്തിൽ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. Abraham and his descendants were to be a blessing to the nations. അബ്രഹാമും അവന്റെ പിൻഗാമികളും ജനതകൾക്ക് അനുഗ്രഹമാകുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശമാണ് ദൈവവിളി അവിടുന്ന് And they ഉണ്ടായത്. would only be a blessing to the nations if they practiced justice and righteousness, which is ethics. നീതിയും ന്യായവും ധാർമ്മികതയും പുലർത്തുമ്പോൾ മാത്രമാണ് അനേകർക്ക് അനുഗ്രഹമായി തീരുന്നു എന്നുള്ളതും നമ്മൾ And ധ്യാനിക്കുകയുണ്ടായി. so we spoke about election, ethics and mission. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും ആ തരുണത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. Unless and otherwise we lead ethical lives, our mission will be hindered. നമ്മുടെ ദൗത്യം പരാജയപ്പെടുന്നത് പലപ്പോഴും നമ്മൾ ധാർമ്മിക ജീവിതം പുലർത്താതെ വരുമ്പോഴാണ്. That is what we learned in the first session, living as the people of God. We are the people of God. ഒന്നാം ഭാഗത്ത് ദൈവത്തിന്റെ ജനമായി തീരുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മളും ദൈവത്തിന്റെ ജനമായിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലായി. Next we saw living as the priesthood of God. രണ്ടാം ഭാഗത്ത് നമ്മൾ കണ്ടത് ദൈവത്തിന്റെ പൗരോഹിത്യമായി ജീവിക്കുന്നതിനെ കുറിച്ചാണ്. There was a threefold identity for the people of God. ദൈവജനത്തിന് മൂന്ന് വിധത്തിലുള്ള അസ്തിത്വം സ്വഭാവമുണ്ടായിരുന്നു എന്നും ആ തരുണത്തിൽ They പഠിച്ചു. were a treasured possession belonging to God. ദൈവത്തിനുള്ള ഒരു വിശുദ്ധ അമൂല്യ നിധിയാണ് അവരെന്ന് പഠിക്കുകയുണ്ടായി. They were a kingdom of priests. We are all a kingdom of priests. പൗരോഹിത്യ രാജ്യമായിരിക്കുന്നു ദൈവജനം എന്നുള്ളതും പഠിച്ചു. And we are called to be a holy nation. നമ്മളൊരു വിശുദ്ധ ജനതയാകാനും വിളിച്ചിരിക്കുന്നു എന്നുള്ളതും പഠിക്കുകയുണ്ടായി. And I shared about the work of a priest in the Old Testament. പുരോഹിതന്റെ ശുശ്രൂഷ പഴയ നിയമത്തിൽ എപ്രകാരമാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു. A priest in the Old Testament had to bring God to his people by his teaching. പഴയ നിയമത്തിൽ ഒരു പുരോഹിതൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തെ ജനത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. And he had to bring his people to God through his intercessory prayers. ഓരോ പ്രാർത്ഥനകളിലൂടെ ജനത്തെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷയും പുരോഹിതൻ നിർവഹിക്കുകയാണ്. And he was to be a blessing to the people both in his words and in his life. തന്റെ വാക്കിലും തന്റെ ജീവിതത്തിലൂടെയും ദൈവജനത്തിന് അനുഗ്രഹമായി തീരുക എന്നുള്ളതാണ് പഴയ നിയമത്തിലെ പൗരോഹിത്യ കാഴ്ചപ്പാട്. So today we come back to the third session, which is living by the values of God. ഇന്ന് മൂന്നാം ഭാഗത്ത് നമ്മൾ എത്തുമ്പോൾ ദൈവത്തിന്റെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. Yesterday I heard Tirumeni Joachim Mar Kyrillos. കഴിഞ്ഞ ദിവസം യോയാക്കീം മാർ ക്യൂറിലോസ് സഫകരൻ മെത്രാപ്പോലിത്ത തിരുമേനി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. He was talking about the values of the world and the values of God. ദൈവത്തിന്റെ മൂല്യത്തെക്കുറിച്ചും ഈ ലോകത്തിന്റെ മൂല്യത്തെക്കുറിച്ചും അഭിമന്യ തിരുമേനി പറയുന്നത് ഞാൻ കേട്ടു. And there he said about the values of the God of the people of the world is one of pleasure, one of prosperity.
ഈ ലോകത്തിൻ്റെ മൂല്യമെന്ന് പറയുന്നത് എപ്പോഴും സമ്പാദനത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ മൂല്യങ്ങളാണ്. Whereas the values of God was one of service, of sacrifice and suffering. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മൂല്യമെന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഒക്കെ മൂല്യങ്ങളാണ്. In this afternoon we will look at a character from the Bible. പഴയ നിയമത്തിലെ ഒരു പ്രത്യേക ക്യാരക്ടർ, ഒരു കഥാപാത്രത്തിലൂടെ നമ്മൾ ഈ വിഷയം പഠിക്കാൻ Who ശ്രമിക്കുകയാണ്. lived by God's values. ദൈവത്തിന്റെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിച്ച ഒരു പഴയ നിയമ കഥാപാത്രം. And that will be from Daniel chapter 6. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ So ചിന്തിക്കുന്നത്. if you have your Bibles with you, you can keep that open. We'll be following through the text. നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ, One of the things when we read our newspapers every morning എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ is we always see there is some kind of scam or corruption involving many of our leaders in all departments. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് ധാരാളം നേതാക്കൾ അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട്. A few months ago, a huge amount of money was found in a judge's house. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ വായിച്ചതാണ് ഒരു ജഡ്ജിയുടെ ഭവനത്തിൽ നിന്നും വളരെയേറെ വലിയൊരു തുക കണ്ടെത്തി എന്നുള്ളത്. Corruption in high places is rampant in our country. നമ്മുടെ രാജ്യത്ത് അഴിമതി എന്ന് പറയുന്നത് എല്ലാ തലങ്ങളിലും വ്യാപകമായിട്ടുണ്ട്. Whenever you want to get any permission, there is always people asking for money. നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഒരു അനുവാദം ലഭിക്കണമെങ്കിൽ ആളുകൾ പണം ചോദിക്കും. If you want a plan cleared, then again they'll ask for money. നമുക്ക് എന്തെങ്കിലും ഒരു പദ്ധതികൾ അംഗീകരിച്ച് കിട്ടണമെങ്കിൽ ഉടനെ പണം ചോദിക്കുന്നത് നമ്മൾക്കറിയാം. Corruption has affected every area of our lives. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഈ അഴിമതി വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതും നമുക്കറിയാം. And it is in this kind of a context that God is calling us to be different people. ഇത്രമാത്രം അഴിമതി നിറഞ്ഞ ഒരു സന്ദർഭത്തിലാണ് ദൈവം തന്റെ ജനത്തെ വ്യത്യസ്തരാകാൻ വിളിക്കുന്നത്. We are called to be men and women of integrity. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്, സ്ത്രീ പുരുഷന്മാരെ വിളിച്ചിരിക്കുന്നത് സത്യസന്ധത ഉള്ളവരായി, സമഗ്രതയുള്ളവരായി God ജീവിക്കുന്നതിന് has വേണ്ടിയാണ്. placed some of you in high government positions. ദൈവം നമ്മളിൽ ചിലരെയെങ്കിലും ഗവൺമെന്റിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിലനിർത്തിയിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. And God is calling you to set an example, to live by the values of God. ദൈവത്തിന്റെ മൂല്യങ്ങൾക്കനുസരിച്ച് ഒരു മാതൃക സൃഷ്ടിക്കാനായി ദൈവം നമ്മളെ വിവിധ സ്ഥാനങ്ങളിൽ ആക്കി വെച്ചിരിക്കുകയാണ്. Before we study the character of Daniel, നമ്മൾ ദാനിയേൽ എന്ന കഥാപാത്രത്തെ പഠിക്കുന്നതിന് മുമ്പ് we need to know a little bit about the historical background. നമുക്ക് അല്പം ചരിത്രം അറിയേണ്ടതായിട്ടുണ്ട്. Nebuchadnezzar, a Babylonian king, defeated Egypt at the Battle of Carchemish in 605 BC. 635 BC നൂറ്റാണ്ടിൽ നെബൂഖദ്നേസർ എന്ന ബാബിലോണിയൻ രാജാവ് ഈജിപ്തിന്റെ മേൽ ആധിപത്യം ചെലുത്തിയാണ് തന്റെ രാജ്യത്തെ വിപുലപ്പെടുത്തിയത്. And he took control over Judah. അങ്ങനെ യഹൂദയെ തന്റെ വരുതിയിൽ വരുത്തുവാൻ നെബൂഖദ്നേസറിന് സാധിച്ചു. And then he started deporting people from Judah into Babylon. അങ്ങനെ യഹൂദയിൽ നിന്നും തന്റെ സ്വന്തം സ്ഥലമായിരിക്കുന്ന ബാബിലോണിലേക്ക് ആളുകളെ പിടിച്ചോണ്ട് പോകാൻ തുടങ്ങി. In the first deportation in 605 BC, 605 BC-യിൽ സമയത്ത് ആദ്യത്തെ ഈ പിടിച്ചുകൊണ്ടുപോക സംഭവിച്ചപ്പോൾ a small group of Judean elites, young nobles and members of the royal court were taken to Babylon. യഹൂദന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരായി രാജസന്നദ്ധിയിൽ ശുശ്രൂഷ ചെയ്യത്തക്കവണ്ണം യോഗ്യതയുള്ളവരെ പിടിച്ചുകൊണ്ടുപോയി. And we find this in Daniel chapter 1 verses 1 to 7. ഈ ഒരു ചരിത്രം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. There were 3 deportations, 605, 597 and 587. 3 വിധത്തിലുള്ള പിടിച്ചുകൊണ്ടുപോക്കൽ സംഭവിച്ചു. 605 ആണ്ടിൽ, 609 ആണ്ടിൽ, 587 BC ആണ്ടിൽ. But Nebuchadnezzar was a wise king. എന്നാൽ നെബൂഖദ്നേസർ വളരെ ബുദ്ധിയുള്ള ഒരു രാജാവായിരുന്നു. What did he do? He conducts a preliminary IAS exam. തന്റെ രാജ്യത്തിലുടനീളം IAS പോലുള്ള പരീക്ഷ അദ്ദേഹം നടപ്പാക്കി. Among all the exiles. അങ്ങനെ പ്രവാസികളുടെ ഇടയിൽ ഈ പരീക്ഷ നടപ്പാക്കിയതിലൂടെ And he chooses some young men from those. അവരുടെ കൂട്ടത്തിൽ നിന്നും ഏറ്റവും ചെറുപ്പക്കാരായ ആളുകളെ അദ്ദേഹം തെരഞ്ഞെടുത്തു. And the text says young men without any physical defect. വേദപുസ്തകം നമ്മളോട് പറയുന്നു യാതൊരുത്തിലും ശാരീരികമായ ന്യൂനതകളില്ലാത്ത ചെറുപ്പക്കാരെ, Handsome.
വളരെ സൗന്ദര്യമുള്ളവരെ, showing aptitude for every kind of learning, എല്ലാ വിധത്തിലുമുള്ള വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ബൗദ്ധികമായ ശക്തിയുള്ള ചെറുപ്പക്കാർ, well informed, quick to understand, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശേഷിയുള്ളതും വിവരമുള്ളവരുമായ ചെറുപ്പക്കാർ, and qualified to serve in the king's palace. രാജാവിന്റെ കൊട്ടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനുള്ള യോഗ്യരായവരെ When തെരഞ്ഞെടുക്കുകയാണ്. Daniel was probably taken in 605 BC, he must have been a youth of about 17 years old. 17 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയായി ദാനിയേൽ 605 BC ആണ്ടിൽ ഈ വിധത്തിൽ പിടിച്ചു കൊണ്ടുപോകപ്പെട്ട ചെറുപ്പക്കാരിൽ ഒരുവനായിരുന്നു. He had survived the collapse of the Babylonian dynasty and was now serving the Persian dynasty under Darius. ബാബിലോണിയൻ ഭരണകൂടത്തിന്റെ തകർച്ച അദ്ദേഹം കണ്ട് ഇപ്പോൾ പേർഷ്യൻ ഭരണകൂടത്തോടൊപ്പമാണ് ദാനിയേൽ So പ്രവർത്തിക്കുന്നത്. Daniel is maybe close to 80 years old. വേദപഠിതാക്കൾ പറയുന്നു ഈ സമയം ദാനിയേലിന് ഏകദേശം 80 വയസ്സ് ആയി കാണും എന്നുള്ളത്. In Daniel chapter 6 verses 1 to 4 we see Daniel's distinction. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ദാനിയേലിന്റെ പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. We see that the king appointed 120 satraps to rule throughout the kingdom. തന്റെ രാജ്യത്തിൽ മുഴുവൻ 120 പ്രവിശ്യകളിലായി പല ഗവർണർമാരെ നിയമിക്കുന്നതായിട്ടും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And there were 3 administrators over them. ഇവരുടെ മേലാളുകളായി 3 മേലധികാരികളെയും രാജാവ് നിയമിച്ചു. But Daniel excelled than all of the others, so that the king wanted to keep him over all the kingdom. എന്നാൽ ദാനിയേൽ ആ 3 പേരിൽ മറ്റുള്ളവരെക്കാളെല്ലാം മുതിർന്ന ഏറ്റവും നേതൃത്വ പാഠവും കാണിച്ചതുകൊണ്ട് രാജാവിന് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായി. So let's look at Daniel's personal ability. ദാനിയേലിന്റെ വ്യക്തിപരമായ കഴിവുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. The text says that he had an excellent spirit in him. ഈ വേദപുസ്തക ഭാഗം പറയുന്നു അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു എന്നുള്ളത്. He was not just an academic learning everything by heart but doesn't know what to do in the hard world of politics. എല്ലാ വിധത്തിലും പഠിക്കുന്ന ഒരു ബൗദ്ധിക മനുഷ്യനായിട്ട് മാത്രമല്ല, പലപ്പോഴും രാഷ്ട്രീയ മേഖലകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതായ ആളായിട്ട് ദാനിയേലിനെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. He was in the world of politics. ദാനിയേൽ ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉൾപ്പെടുകയാണ്. But it is in the world of politics that he stood out as a man of God. ഇങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടയിലാണ് ദാനിയേൽ ദൈവത്തിന്റെ മനുഷ്യനായി നിലനിൽക്കുന്നത്. And therefore the king was especially favorable to Daniel. അതുകൊണ്ട് തന്നെ ആ രാജാവ് ദാനിയേലിനോട് പ്രത്യേകമായ ഒരു മമത ഉണ്ടായിരുന്നു. There was personal integrity. ദാനിയേലിൽ വളരെ സത്യസന്ധമായ ആളത്വത്തെ കാണുവാൻ കഴിയും. The text says they tried to find fault with him but they were unable to. പലപ്പോഴും ഈ വേദപുസ്തക ഭാഗം പറയുന്നു ധാരാളം കുറ്റാരോപണം ദാനിയേലിനെതിരെ കൊണ്ടുവരുവാൻ ശ്രമിച്ചുവെങ്കിലും ഒരിക്കൽ പോലും അതിൽ ദാനിയേലിന് വീഴ്ച സംഭവിച്ചില്ല. They could find no corruption in him. ദാനിയേലിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു അഴിമതി കണ്ടെത്തുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. Because he was trustworthy. കാരണം ദാനിയേല് യഹോവയിൽ നിരന്തരം വിശ്വസിച്ചു. Neither corrupt nor negligent. വിശ്വസ്തനായിരുന്നു, ഒരു വിധത്തിലും ഒരു അഴിമതിക്കും താൻ കൂട്ടുനിന്നില്ല. There are 3 Aramaic words which are used in this section. ഈ വേദഭാഗത്ത് 3 അരാമ്യ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. The first word comes from the word amen which we use, which is meant for faithfulness, trustworthy. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആമീൻ എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. അത് സത്യസന്ധതയും വിശ്വസ്തതയുടെയും സൂചനയായിട്ടാണ്. Another word which talks about no neglect, no error, no forgetfulness. മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നത് വളരെ അശ്രദ്ധയില്ലാത്ത, മറ്റൊരു കാര്യം ഒഴിവാക്കാത്ത, മടിയില്ലാത്ത ഒരു വ്യക്തിത്വത്തിന്റെ And സൂചനയായിട്ടാണ്. the third word says there was no perversion, no corruption, no fault. ഒരു വിധത്തിലും അഴിമതിയില്ലാതെ, വിട്ടുവീഴ്ചയില്ലാതെ, വഴിപിഴച്ച് ജീവിതാനുഭവം ഇല്ലാത്ത ചില സൂചനകളാണ്. So his integrity actually went into all areas of his political life. ദാനിയേലിന്റെ ജീവിതത്തിലെ സത്യസന്ധതയും സമഗ്രതയും രാഷ്ട്രീയ ജീവിതത്തിൽ, രാഷ്ട്രീയ മേഖലകളിൽ എല്ലായിടത്തും എത്തി There was എന്നുള്ളതാണ്. financial integrity. അവന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ കൃത്യമായ അച്ചടക്കം, സത്യസന്ധത പാലിച്ചിരുന്നു. As far as his financial handling of the situation was concerned, there were no scams. People could not point a finger at him. ഒരു വിധത്തിലും ദാനിയേലിനെതിരെ സാമ്പത്തികമായ അഴിമതി ഉന്നയിക്കാതെ വണ്ണം ദാനിയേൽ സംശുദ്ധമായി ജീവിക്കുകയാണ്. But sometimes some of our politicians build mansions even though they claim that they take a salary of 1 rupee. യഥാർത്ഥത്തിൽ സാധാരണ രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന ഒരു അവകാശവാദമുണ്ട്, ഞാൻ 1 രൂപ മാത്രമേ ശമ്പളം വാങ്ങിക്കുന്നുള്ളൂ എങ്കിലും കൊട്ടാര സമാനമായ വീടുകൾ അവർ നിർമ്മിക്കാറുണ്ട്. Money through bribes. പണം അഴിമതിയിലൂടെ സമ്പാദിക്കുകയാണ്.
But here we see financial integrity. ഇവിടെ നമ്മൾ ദാനിയേലിൽ സാമ്പത്തിക അച്ചടക്കം, സാമ്പത്തിക സത്യസന്ധത The കാണുകയാണ്. second area we see is administrative integrity. ദാനിയേലിന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭരണതലത്തിലുള്ള അധികാരത്തിലുള്ള തന്റെ വിശ്വസ്തതയാണ്. As far as his work was concerned, he was not lax. യഥാർത്ഥത്തിൽ അവൻ ഒരു അലസചിത്തനായി തന്റെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടവനല്ല. He was not careless about it. കാരണം ഒരു വിധത്തിലും അശ്രദ്ധയുള്ളവനായിട്ട് ദാനിയേലിനെ നമ്മൾ കാണുന്നില്ല. He believed that God had placed him there with a specific purpose. ദാനിയേൽ വിശ്വസിക്കുകയാണ് ദൈവമാണ് തന്നെ ഈ നേതൃത്വത്തിൽ പ്രത്യേക ആവശ്യത്തിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. For him, work was sacred. അദ്ദേഹത്തെ സംബന്ധിച്ച്, ദാനിയേലിനെ സംബന്ധിച്ച് തന്റെ നിത്യവുമുള്ള പ്രവൃത്തി ഒരു വിശുദ്ധമായ പവിത്രമായ പ്രവൃത്തിയായിരുന്നു. How many of us take our work spots as sacred? പലപ്പോഴും നമ്മളിൽ എത്ര പേർ നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ, തൊഴിൽ മേഖലകളെ പവിത്രമായി കാണാൻ ശ്രമിക്കാറുണ്ട്? Office starts at 9 o'clock, we stroll in at 10 o'clock. 9 മണിക്ക് ഓഫീസ് ആരംഭിച്ചാൽ 10 മണിക്കായിരിക്കും നമ്മൾ Office ചെല്ലുന്നത്. finishes at 5 o'clock, we leave at 4 o'clock. ഓഫീസ് 5 മണി വരെ ഉണ്ടെങ്കിൽ നമ്മൾ 4 മണിക്ക് പോയെന്നിരിക്കും. Because there is no integrity. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിൽ ഒരു സത്യസന്ധത, മൊത്തത്തിലൊരു സമഗ്രത ഇല്ല We എന്നുള്ളതാണ്. don't take our work as sacred. നമ്മുടെ പ്രവർത്തന മേഖലകളെ നമ്മൾ വിശുദ്ധമായിട്ട് കാണാറില്ല. But God has put you there and your work spot is sacred. എന്നാൽ ദൈവം നമ്മളെ എവിടെ കൊണ്ട് ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിക്കുന്നതിന് And the വേണ്ടിയാണ്. third area was what we see in relationships. There was sexual integrity. യഥാർത്ഥത്തിൽ ദാനിയേലിൽ മൂന്നാമതായി കാണുന്ന പ്രത്യേകത അവന്റെ ബന്ധങ്ങളിലാണ്. അവൻ ലൈംഗികമായിട്ടുള്ള ജീവിത വിശുദ്ധിയും ധാർമ്മികതയും സൂക്ഷിച്ചു എന്നുള്ളതാണ്. He was trustworthy and faithful. അവൻ വിശ്വസ്തനും എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവനുമായിരുന്നു. There was no room for any perversion. ഒരു വിധത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കോ വഴിപിഴച്ച ജീവിതത്തിനോ There അവന്റെ was ഇടയിൽ no ഇടമില്ല. promiscuity. There was no promiscuity. ഒരു വിധത്തിലുമുള്ള വ്യഭിചാരകർമ്മത്തിൽ അവൻ വീണിട്ടില്ല. There was no scope for anybody to speak against ആർക്കും him. അവനെതിരെ കുറ്റം പറയാതിരിക്കത്തക്കവണ്ണം അവന്റെ ജീവിതം വളരെ സംശുദ്ധമായിരുന്നു. And so therefore the challenge comes to each one of us from this section. ഈ വേദഭാഗത്തു നിന്ന് നമ്മളിലേക്ക് വരുന്ന സന്ദേശം എന്താണ്? What kind of a track record do we leave in our work spots? നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തന മേഖലകളിൽ ഏത് വിധത്തിലുള്ള പ്രവർത്തന ശരണിയാണ്, ശൈലിയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? Here was a man whose enemies were finding it difficult to find fault with him. ഇവിടെ നമ്മൾ ഒരു മനുഷ്യനെ കാണുന്ന അവന്റെ ശത്രുക്കൾക്ക് പോലും അവനിൽ ഒരു കുറ്റം കാണുവാൻ കഴിയുന്നില്ല. If our enemies are given a list, they'll write books about us. നമ്മളെ കുറിച്ച് നമ്മുടെ ശത്രുക്കൾ എന്തെങ്കിലും എഴുതണമെന്ന് പറഞ്ഞാൽ അവർ പുസ്തകം തന്നെ, വോളിയം പുസ്തകങ്ങൾ തന്നെ എഴുതി വെക്കും. But they could not find anything about Daniel. എന്നാൽ ദാനിയേലിന്റെ ജീവിതത്തിൽ അവർക്ക് ഒരു കുറ്റവും കാണുവാൻ കഴിഞ്ഞില്ല. He was not negligent. അവൻ ഒരിക്കൽ പോലും അലസനായി, അശ്രദ്ധനായി ജീവിച്ചില്ല. There was no corruption. ഒരിക്കൽ പോലും ഒരു അഴിമതി ആരോപണം ദാനിയേലിൽ കണ്ടില്ല. Integrity is the consistency between what you are on the outside and what you are on the inside. സമഗ്രത, സത്യസന്ധത എന്ന് പറയുന്നത് നമ്മൾ എപ്രകാരം പുറത്തായിരിക്കുന്നു അതുപോലെ നമ്മുടെ അകവുമാകുന്നതാണ്. The two need to match up. രണ്ടും നമ്മൾക്ക് പരസ്പര പൂരകമായി തീരേണ്ടതായിട്ടുണ്ട്. Otherwise we are hypocrites. അല്ലെങ്കിൽ നമ്മൾ കപട മനുഷ്യരാണ്. Are we people who can be trusted? നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന മനുഷ്യരാണോ? Do people trust us with the work that they give to us? നമുക്ക് നൽകപ്പെട്ട ജോലിയിൽ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ നമ്മൾ അവർക്ക് സാധിക്കുന്നവരാണോ? Trust is built over time. യഥാർത്ഥത്തിൽ ഈ വിധത്തിലുള്ള പരസ്പര വിശ്വാസം പല കാലങ്ങളിലൂടെയാണ് നേടിയെടുക്കുന്നത്. And we need to be like Daniel so that people can count on us. ദാനിയേലിനെ പോലെ മറ്റുള്ളവർക്ക് നമ്മളെ വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ സത്യസന്ധതയും സമഗ്രതയും He പുലർത്തേണ്ടതായിട്ടുണ്ട്. was not negligent in his day-to-day work. അവൻ നിത്യവുമുള്ള അവന്റെ ജോലിയിൽ ഒരു വിധത്തിലും അശ്രദ്ധനാകുവാൻ ദാനിയേൽ Because he അനുവദിച്ചില്ല. did his work as though he was doing it for the Lord. ദാനിയേൽ തന്റെ പ്രവൃത്തി ഓരോ ദിവസവും ചെയ്തത് താൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടെയാണ്. Sometimes we do our work as unto our boss. പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്യുന്നത് നമ്മുടെ മേലുദ്യോഗസ്ഥനെ സന്തോഷിപ്പിക്കുന്നതിന് When our വേണ്ടിയാണ്. boss is there, we work very hard. മേലുദ്യോഗസ്ഥൻ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മുടെ ജോലിയൊക്കെ ചെയ്യും. When he is not here, we take it easy. എന്നാൽ മേലുദ്യോഗസ്ഥൻ ഓഫീസിൽ നിന്ന് പോയി But കഴിയുമ്പോൾ Daniel നമ്മുടെ was ഇഷ്ടം not പോലെ like that. ചെയ്യും. പക്ഷേ ദാനിയേൽ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. But integrity has a price to pay. എന്നാൽ ഈ സത്യസന്ധതയ്ക്ക് വില കൊടുക്കേണ്ടി വരും. It can be positive or it can be negative. ഇത് പോസിറ്റീവ് ആകാം, അത് നെഗറ്റീവ് ആകാം, വിപരീതമാകാം. A Christian friend of mine who worked for a major soft drink company. ഒരു ശീതള പാനീയ നിർമ്മിക്കുന്ന കമ്പനിയിൽ ഒരു മേലുദ്യോഗസ്ഥനായിരിക്കുന്ന ഒരു ക്രിസ്തീയ സ്നേഹിതൻ എനിക്കുണ്ട്. And he was a person of integrity. അദ്ദേഹം വളരെ സത്യസന്ധനായ മനുഷ്യനാണ്. And when his boss knew that he had to pay a bribe to anybody, he would not ask him. യഥാർത്ഥത്തിൽ
ഈ മേലുദ്യോഗസ്ഥൻ എന്തെങ്കിലും അഴിമതിയോ ആർക്കെങ്കിലും കൈക്കൂലിയോ കൊടുക്കണമെങ്കിൽ ഒരിക്കൽ പോലും എൻ്റെ ഈ ക്രിസ്തീയ സ്നേഹിതനോട് പറയാറില്ല. But because of his integrity, he got a promotion. അദ്ദേഹത്തിന്റെ സത്യസന്ധത നിമിത്തം അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും ജോലിയിൽ മേൽക്കയറ്റങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. But not always will you get a promotion. എന്നാൽ എപ്പോഴും നമുക്ക് ഈ സ്ഥാനക്കയറ്റം കിട്ടും എന്നില്ല. I want to narrate another real life incident. യഥാർത്ഥത്തിൽ മറ്റൊരു ജീവിതഗന്ധിയായ ഒരു സത്യം, ഒരു കഥ നിങ്ങളോട് This പറയട്ടെ. is about a senior judge who had put in 27 years of outstanding service. ഇതൊരു ന്യായാധിപനെ കുറിച്ചാണ്, ഒരു ജഡ്ജിനെ കുറിച്ചാണ്. 27 വർഷത്തെ സത്യസന്ധമായ സേവനം നടത്തിയ ഒരു ജഡ്ജിനെ He was കുറിച്ച്. a man of integrity. ഈ മനുഷ്യൻ പൂർണ്ണമായും സത്യസന്ധനും സമഗ്രതയുള്ളവനുമായിരുന്നു. The central government knew that he was a man of integrity and appointed him as a first grade judge. ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ആയിട്ട് ഈ മനുഷ്യനെ നിയമിച്ചു. കാരണം നിയമിച്ച ഗവൺമെന്റിനറിയാം ഇദ്ദേഹം വളരെയേറെ സത്യസന്ധനാണ് He എന്നുള്ളത്. was the anti-corruption judge. അദ്ദേഹം അഴിമതിരഹിതമായ നീതി വ്യവസ്ഥിതിയുടെ കാവൽക്കാരനായിട്ടുള്ള നിയമജ്ഞനായിരുന്നു. And he could try anybody in the state on the charges of anti-corruption. തന്റെ സംസ്ഥാനത്ത് അഴിമതി ആരോപണമുണ്ട്, ആരെയും അദ്ദേഹത്തിന് വിചാരണ ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നു. One day he had received some serious confidential papers alleging corruption against the existing chief justice. തന്റെ സംസ്ഥാനത്തെ ചീഫ് ജസ്റ്റിസിനെതിരെ ഏതോ അഴിമതി ആരോപണത്തെ സംബന്ധിച്ചുള്ള വിവരവും കുറച്ച് പേപ്പറും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. It was confidential information. എന്നാൽ ഇത് പരമരഹസ്യമായിരുന്നു. But the number 2 person who was supposed to become the next chief justice അടുത്ത ചീഫ് ജസ്റ്റിസ് ആകാനുള്ള രണ്ടാമനായിരിക്കുന്ന ജഡ്ജി ഈ മനുഷ്യനെ സമീപിച്ചു. was very inquisitive to know what was in that confidential paper. ഈ രഹസ്യമടങ്ങുന്നതായ ഈ പേപ്പറിൽ ഈ വിവരത്തിൽ എന്താണെന്നറിയാൻ ഈ രണ്ടാമൻ എപ്പോഴും ആഗ്രഹിച്ചു. And so this judge very politely told his PA he should know what confidentiality is about. ഈ രണ്ടാമനാകുന്ന ചീഫ് ജസ്റ്റിസ് ആകുന്ന ജഡ്ജ് വളരെ തന്റെ പി എയോട് തന്റെ സെക്രട്ടറിയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ആ വിവരം ഒന്ന് ചോർത്തിയെടുക്കണം. And he did not share the papers with him. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒരു വിധത്തിലും അത് പുറത്ത് പറയാൻ ശ്രമിച്ചില്ല. The chief justice who was to be the next chief justice was very annoyed with him. ഇത് കേട്ടപ്പോൾ അടുത്ത ചീഫ് ജസ്റ്റിസ് ആകാൻ്റെതായ ഈ നിയമ പണ്ഡിതൻ വളരെയേറെ പ്രകോപിതനായി. Within a few months the existing chief justice retired. നിലവിലുള്ള സംസ്ഥാനത്തെ ചീഫ് ജസ്റ്റിസ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ റിട്ടയർ ആയി. And the number 2 person took over as the chief justice. ഈ രണ്ടാമൻ സംസ്ഥാനത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതലയിൽ പ്രവേശിച്ചു. And in a very few months he compulsorily retired this judge, a person of integrity. ചില മാസങ്ങൾക്കുള്ളിൽ താൻ ആരോടാണ് പ്രയാസം വരുത്തി കാത്തിരുന്നത് അതേ ജഡ്ജിനെ, ഈ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്സിനെ നിർബന്ധപൂർവം പിരിച്ചുവിടുവാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. This judge's pictures were on the front page of the newspapers. ന്യൂസ് പേപ്പറിന്റെ പുറംതാളിൽ അല്ലെങ്കിൽ മുഖ്യ പേജുകളിൽ തന്നെ ഈ ജഡ്ജിന്റെ ചിത്രം പ്രദർശിപ്പിച്ചു. That judge lost his job. ആ ജഡ്ജിന് തന്റെ ജോലി നഷ്ടമായി. That judge was my father. ആ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് എൻ്റെ അപ്പനായി. He was a man of integrity. അദ്ദേഹം എല്ലായ്പ്പോഴും ഈ സത്യസന്ധത പുലർത്തി. He would stand up for the truth. എപ്പോഴും സത്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന മനുഷ്യനായിരുന്നു. And he would not give in. ഒരിക്കൽ പോലും അവസാനം വരെയും അത് No വിട്ടുകൊടുത്തില്ല. matter what amount of pressure people put on him. എത്രമാത്രം സമ്മർദ്ദം എൻ്റെ പിതാവിന്റെ മേലുണ്ടായിരുന്നാലും അദ്ദേഹം ഈ സത്യസന്ധത വിട്ടുകളിച്ചില്ല. He stood for the truth. സത്യത്തിന് വേണ്ടി എപ്പോഴും അദ്ദേഹം നിന്നു. So Daniel was very distinguished, so he had a share of enemies. So we see that from verses 5 to 9, Daniel's dissidents. 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദാനിയേൽ സത്യസന്ധനായി നിന്നതിന്റെ ഫലം എന്തായിരുന്നു ചോദിച്ചാൽ ധാരാളം ശത്രുക്കൾ, ധാരാളം വിമതർ ദാനിയേലിനുണ്ടായി. So what do we see? How do they operate? They are jealous. എങ്ങനെയായിരുന്നു ഈ വിമതർ ദാനിയേലിനെതിരെ പ്രവർത്തിച്ചത്? They could not find any charges against him. ഒരു വിധത്തിലുള്ള ഒരു കുറ്റാരോപണം ദാനിയേലിൽ നിന്ന് അവർക്ക് കാണുവാൻ കഴിഞ്ഞില്ല. And so they were trying to find another way out. അവർ വ്യത്യസ്ത വഴി തേടി, കാരണം അത്രമാത്രം ദാനിയേലിനോട് അവർ അസൂയകളായിരുന്നു. Then we see religious fanaticism and racism. അവർ മറ്റൊരു വഴി തേടുകയാണ്, മതഭ്രാന്തും യഥാർത്ഥത്തിൽ വംശീയതയും ഒക്കെ പറഞ്ഞ് ദാനിയേലിനെ കുടുക്കുവാൻ ശ്രമിക്കുക. They said to themselves, only with reference to the law of his God will we be able to catch him. ദൈവത്തിന്റെ നിയമം ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ദാനിയേലിനെ കുടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നവർ തീരുമാനിച്ചു. Here was a man from another country, from another religion,
who was doing better than they were doing. മറ്റൊരു മതത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിൽ നിന്നും ഒരു മനുഷ്യൻ വന്ന് ഇവിടെ തങ്ങളുടെ രാജ്യത്തിൽ തങ്ങളെക്കാൾ മെച്ചമായി പ്രവർത്തിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. And we face that all the time in our country. നമ്മുടെ രാജ്യത്തിൽ പലപ്പോഴും ഈ കാര്യം നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. Religious fanaticism and racism. മതഭ്രാന്തും ഈ വംശീയതയും നമ്മൾ നിരന്തരം നമ്മുടെ രാജ്യത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. Then the third thing we see is that they exploited his strength, not his weakness. മൂന്നാമത് നമ്മൾ കാണുന്നു ദാനിയേലിന്റെ ബലഹീനതയല്ല, ദാനിയേലിന്റെ ശക്തിയെ തന്നെ അവർ ചൂഷണം ചെയ്തു. Many of us are usually under the idea that people exploit our weaknesses. പലപ്പോഴും നമ്മുടെ തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ള മനുഷ്യർ നമ്മളുടെ ബലഹീനതയെ ചൂഷണം ചെയ്യും എന്നുള്ളതാണ്. But in Daniel's case, they exploited his strength, which was his prayer. എന്നാൽ ദാനിയേലിന്റെ ഈ പ്രത്യേക കാര്യം വരുമ്പോൾ ദാനിയേലിന്റെ ശക്തിയെയാണ് അവർ ചൂഷണം ചെയ്തത്. So dissidents will not only attack our weaknesses but also our strengths. വിമതന്മാർ നമ്മളുടെ ബലഹീനത മാത്രമല്ല നമ്മുടെ ശക്തിയെ തന്നെ അവർ ചൂഷണം ചെയ്യും. What else did they do? There was political maneuver. അതുകൂടാതെ തന്നെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ദാനിയേലിനെതിരെ അവർ ഉന്നയിക്കുകയാണ്. Verse 7 and 8, they changed the constitution with a political maneuver. 7-8 വാക്യങ്ങൾ പറയുന്നു തങ്ങളുടെ രാഷ്ട്രീയ തന്ത്രത്തിലൂടെ ഭരണഘടനയെ അവർ അട്ടിമറിച്ചു എന്നുള്ളത്. There was freedom, but they said no, only the king should be worshipped. അവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിലും അവർ പറഞ്ഞു രാജാവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. And so if you stand up for the truth, നമ്മൾ ഇപ്രകാരം സത്യത്തിന് വേണ്ടി ദാനിയേലിനെ പോലെ എഴുന്നേൽറ്റ് നിൽക്കുമ്പോൾ there will be jealousy. എപ്പോഴും നമ്മൾക്ക് നേരെ അസൂയ ഉണ്ടാകും. Be ready for it. അതിനുവേണ്ടി നമ്മൾ തയ്യാറായിക്കോ. There will be racism. എപ്പോഴും നമുക്ക് നേരെ വംശീയതപരമായ പരാമർശങ്ങൾ ഉണ്ടാകും. There will be religious fanaticism. എപ്പോഴും മതഭ്രാന്തിന്റെ അംശം നമ്മളിലേക്ക് വരും. There will be political maneuver to get you out. രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മളെ പുറത്താക്കുവാൻ പലപ്പോഴും ശ്രമിക്കും. And there was lies. The royal administrators, prefects, satraps, advisors and governors have all agreed. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലെ രാജവംശത്തിൽപ്പെട്ടവരും പ്രധാനികളും പ്രമാണിമാരുമായ പ്രീഫെക്സുമായ ആളുകളെല്ലാവരും ദാനിയേലിനെതിരെ ഒരുപാട് നുണപ്രചാരണം നടത്താൻ തുടങ്ങി. All agreed. അവരെല്ലാവരും ഒരുമിച്ച് വന്നു. But it's a lie because Daniel was not even consulted. ദാനിയേലിന് പോലും അറിയാത്ത ഒരുപാട് നുണകൾ ദാനിയേലിനെതിരെ അവർ ഉന്നയിച്ചു. And therefore, if you and I are men and women of integrity, we need to be careful. നമ്മൾ സത്യസന്ധരായ മനുഷ്യരാണെങ്കിൽ ശ്രദ്ധിക്കണം, നമ്മൾക്കെതിരെയും ഇപ്രകാരം ഉണ്ടാകും. We need to be alive to the reality of human fallenness and expect the worst from our dissidents. നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന വീഴ്ചയെക്കുറിച്ച് നമുക്ക് വ്യക്തത ഉണ്ടാകണം. കാരണം നമ്മളും ഇപ്രകാരം വിമതന്മാരാൽ എതിരുകൾ നേരിടേണ്ടി വരും. Now let's look at Daniel's values from verse 10 to 15. അടുത്ത മൂന്നാമത്തെ ഭാഗത്ത് ദാനിയേൽ പുലർത്തിയതായ മൂല്യബോധത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. Daniel learned that the decree had been published. He went home to his upstairs room where the windows opened toward Jerusalem. ദാനിയേൽ പെട്ടെന്ന് കാണുന്നത് ഈ വലിയ പ്രഖ്യാപനം ഉണ്ടായി ദാനിയേൽ തന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. 3 times a day he got down on his knees and prayed. 3 പ്രാവശ്യം ദാനിയേൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. Giving thanks to his God just as he had done before. താൻ പതിവ് പോലെ ചെയ്തു വന്നതുപോലെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി 3 പ്രാവശ്യം അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. Daniel faced Jerusalem and prayed. എപ്പോഴും ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ യെരൂശലേമിന് നേരെ കിളിവാതിലുകൾ തുറന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. This does not mean there was some magical formula when one faced Jerusalem. യെരൂശലേമിനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത് എന്തെങ്കിലും അത്ഭുതമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന്. Our Muslim brothers face Mecca and pray. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ മെക്കയിലേക്ക് നോക്കി പ്രാർത്ഥിക്കാറുണ്ടല്ലോ. And Daniel was looking to Jerusalem and praying. ദാനിയേൽ ഇങ്ങനെ യെരൂശലേമിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിച്ചത്. What does it mean that he was looking to Jerusalem and prayed? യെരൂശലേമിനെ നോക്കി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? It means in the midst of his busy schedule, തന്റെ തിരക്കുള്ള തന്റെ ജീവിതത്തിൽ he was conscious that his orientation of life was towards Jerusalem. അദ്ദേഹത്തിന് കൃത്യമായ അവബോധമുണ്ടായിരുന്നു തന്റെ ജീവിതത്തിന്റെ ഒരു രൂപപ്പെടലെല്ലാം യെരൂശലേമിലേക്ക് നോക്കി ആയിരിക്കണം എന്നുള്ളത്. The values of his life revolved around his faith. അദ്ദേഹത്തിന്റെ മൂല്യബോധം അദ്ദേഹത്തിന്റെ വിശ്വാസത്തോട് ചേർന്ന് പോകുന്നതായിരുന്നു. Which originated from Jerusalem, the dwelling place of Yahweh. യഹോവയുടെ വാസസ്ഥലമായ യെരൂശലേമിനെ ചുറ്റിപ്പറ്റിയായിരുന്നു തന്റെ വിശ്വാസവും തന്റെ മൂല്യബോധവും രൂപപ്പെട്ടത്. Though he was in Babylon, his focus was in Jerusalem. ബാബിലോണിൽ ദാനിയേൽ കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ യെരൂശലേമിലായിരുന്നു. Though he was in exile, his focus was on his God. അവൻ പ്രവാസിയായി ജീവിച്ചപ്പോഴും ദൈവമുഖത്തേക്കാണ് ദാനിയേൽ എപ്പോഴും He was നോക്കിക്കൊണ്ടിരുന്നത്. seeking the kingdom of God within his life in politics. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ദൈവരാജ്യ അനുഭവങ്ങളെയാണ് ദാനിയേൽ നോക്കിക്കൊണ്ടിരുന്നത്. As men and women who are in the
in politics, രാഷ്ട്രീയത്തിലുള്ള സഹോദരീ സഹോദരങ്ങളെ, we are called to seek God's kingdom in politics. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളെ അന്വേഷിക്കാനാണ് ദൈവം നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. What does Daniel do? എന്താണ് ദാനിയേൽ ചെയ്തത്? 3 times he got on his knees and prayed, giving thanks to God as he had done before. 3 പ്രാവശ്യം തന്റെ മുട്ടയെ കുത്തി ദാനിയേൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. It was habitual for Daniel to pray. ദാനിയേലിന്റെ ജീവിതത്തിൽ നിത്യവും ഒരു സ്വഭാവം പോലെ ചെയ്യുന്ന ഒന്നാണ് ഈ പ്രാർത്ഥന. Prayer was a means by which he lived his life. പ്രാർത്ഥന എന്ന മാധ്യമത്തിലൂടെ തന്റെ ജീവിതത്തെ തന്നെ മുന്നോട്ട് Prayer നയിക്കുകയായിരുന്നു. was not a means of escape. പ്രാർത്ഥന ഒരിക്കലും ദാനിയേൽ തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടിയൊളിക്കുന്നതിനുള്ള ഉപാധിയായിരുന്നില്ല. Prayer was not a first aid box. പ്രാർത്ഥന ഒരിക്കൽ പോലും തനിക്ക് കിട്ടാവുന്നതായ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലെയുള്ള It ഉപാധിയായിരുന്നില്ല. was habitual. അത് തന്റെ ജീവിതത്തിന്റെ സ്വഭാവമായിരുന്നു, ശൈലിയായിരുന്നു. 3 times he kept praying. 3 പ്രാവശ്യം ദാനിയേൽ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. Prayer was not a means of escape from the world. പ്രിയമുള്ളവരെ, പ്രാർത്ഥന നമുക്ക് ഒളിച്ചോടാനുള്ള ഒരു ഉപാധിയല്ല. The key to his success was that his values and priorities were from the perspective of eternity. യഥാർത്ഥത്തിൽ ദാനിയേലിന്റെ ജീവിതത്തിലെ വിജയത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദാനിയേലിന്റെ ജീവിതത്തിലെ മൂല്യവും മുൻഗണനയും എപ്പോഴും നിത്യതയുടെ വീക്ഷണത്തിലൂടെ ആയിരുന്നു. In the midst of his secular political service, he was looking at God. തന്റെ മതേതരമായ രാഷ്ട്രീയ ജീവിതത്തിന്റെ നേതൃത്വത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തിങ്കിലേക്ക് നോക്കിയതായിട്ട് ദാനിയേലിൽ നമ്മൾ കാണുകയാണ്. He lived his life from the perspective of eternity. നിത്യതയുടെ വീക്ഷണത്തിലൂടെ ദിനംതോറും ദാനിയേൽ ജീവിച്ചു. Yesterday, I think I heard Ma Philoxenos saying that we won't take anything when we leave this world. ഇന്നലെ അഭിമന്യ ഫീലക്സോസ് തിരുമേനി പറയുന്നത് ഞാൻ കേട്ടു. ഈ ലോകത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുകയില്ല. We came empty-handed, we'll go empty-handed. നമ്മൾ ശൂന്യമായ കരങ്ങൾ കൊണ്ട് ഈ ലോകത്തിലേക്ക് വന്നു, ശൂന്യമായ കരങ്ങളിലൂടെ മടങ്ങിപ്പോകും. And therefore we need to lead lives from the perspective of eternity. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് നിത്യതയുടെ വീക്ഷണത്തിലൂടെയാണ്. Our orientation needs to be towards God's kingdom. നമ്മളുടെ നിത്യവുമുള്ള രൂപപ്പെടൽ ദൈവരാജ്യത്തിന്റെ വീക്ഷണത്തിലേക്കായിരിക്കണം. Daniel's orientation was towards Jerusalem, towards Yahweh. ദാനിയേലിന്റെ ഈ രൂപപ്പെടൽ എല്ലായ്പ്പോഴും യെരുശലേമിലേക്ക് നോക്കി, യഹോവയെ നോക്കിക്കൊണ്ടായിരുന്നു. Our values and priorities needs to be in terms of kingdom values. നമ്മുടെ മൂല്യങ്ങളും മുൻഗണനകളും അപ്രകാരം ദൈവരാജ്യ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ആയിരിക്കണം. The second thing that we learn is in the midst of all these difficulties, prayer and praise was the vital source of power for Daniel. നമ്മൾ രണ്ടാമത് മനസ്സിലാക്കുന്നത് ഇത്രമാത്രം പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ പ്രാർത്ഥനയായിരുന്നു ദാനിയേലിന്റെ ശക്തി എന്നുള്ളത്. Daniel was not willing to lower his flag when trouble threatened him. തന്റെ ജീവിതത്തിന് നേരെ അപകടങ്ങൾ കടന്നു വന്നപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ പതാക താഴ്ത്തിക്കെട്ടാൻ ദാനിയേൽ ഒരുക്കമായിരുന്നില്ല. Maybe all of us feel we are absolutely fine, there is no persecution. നമ്മൾ പലപ്പോഴും പറയും ഇപ്പോൾ നമ്മൾക്ക് പ്രതിസന്ധിയോ പീഡനങ്ങളോ ഒന്നും ഇല്ല എന്ന്. But very soon we will face persecution. എന്നാൽ ഞാൻ പറയട്ടെ, വളരെ വേഗത്തിൽ നമ്മളൊരു പീഡനത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. How will we respond when we are persecuted? അപ്രകാരമുള്ള സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്? Here was Daniel who stood for the truth, but in spite of that, the king gave him orders and he throws him into the lion's den. ദാനിയേൽ വിശ്വസ്തനായി തന്റെ രാഷ്ട്രീയ നേതൃത്വം നിർവഹിച്ചപ്പോഴും ദാരിയേശ് രാജാവ് ദാനിയേലിനെ കുഴിയിലെറിയാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. Because all the others have ganged up against him and said he has to be killed. രാജാവിനെതിരെ എല്ലാ ഉപജാപ സംഘങ്ങളും ഒരുമിച്ച് വന്നിട്ട് ദാനിയേലിനെ കൊല ചെയ്യണമെന്ന് നിർബന്ധിക്കുകയാണ്. The king is helpless and reluctantly gives the order to put Daniel in the lion's den. രാജാവ് നിസ്സഹനായും വളരെ മനസ്സോടുകൂടെ ഈ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. He prays that Daniel's God will be able to save him. എന്നാൽ ദാനിയേലിനോട് രാജാവ് പറയുകയാണ്, നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. And he says, may the God whom you serve continually rescue you. ദാനിയേലിനോട് പറഞ്ഞു, നീ സേവിക്കുന്ന ദൈവം നിന്നെ തീർച്ചയായും വിടുവിക്കും എന്നുള്ളത്. Even the king knew that Daniel served his God continually. ദാരിയേശ് രാജാവിന് തന്നെ അറിയാമായിരുന്നു ദാനിയേൽ സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത് In എന്നുള്ളത്. verses 17 and 18, Daniel is thrown in and the den is sealed. 17 18 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദാനിയേലിനെ കുഴിയിലെറിഞ്ഞു കളഞ്ഞ്, സിംഹക്കുഴിയിലെറിഞ്ഞു കളഞ്ഞ് ആ കുഴി അടച്ചു എന്നുള്ളതും വായിക്കുന്നു. There is a certainty of death. അവിടെ തീർച്ചയായിട്ടും മരണം ഉണ്ടാകും. Verse 17 says, a stone was brought and placed over the mouth of the den, and the king sealed it with his own signet ring. 17 വാക്യത്തിൽ നമ്മൾ കാണുന്ന വലിയൊരു കല്ലുരുട്ടി വെച്ച് ദാനിയേലിനെ എറിഞ്ഞ കുഴിയുടെ കവാടമടച്ച് ദാനിയേൽ ഈ രാജാവ് അതിന് സീൽ വെച്ചു എന്നുള്ളത്.
The king was upset. He could not sleep. He could not eat. He didn't have any entertainment. രാജാവിന് ഉറക്കം വന്നില്ല. അദ്ദേഹം വളരെ നിരാശനായിരുന്നു. വളരെ സങ്കടത്തോടു കൂടെ ആ രാത്രി കഴിച്ചു കൂട്ടി. Daniel in the den and the stone being rolled and sealed has echoes of Christ's tomb. ദാനിയേല് ഈ കുഴിയിൽ കിടക്കുന്ന കല്ലുരുട്ടി വെച്ച് അടച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു കല്ലറയിൽ കിടന്നതിന് ഏകദേശം ഒരു തുല്യ അനുഭവമാണ്. And then what does the king do? അതിനുശേഷം രാജാവ് എന്ത് ചെയ്തു? Early in the morning he runs to the den of lions. പ്രഭാതത്തിൽ സൂര്യപ്രകാശം വീണപ്പോൾ ഈ രാജാവ് എഴുന്നേറ്റ് പെട്ടെന്ന് ഈ സിംഹക്കുഴിയുടെ കവാടത്തിലേക്ക് ഓടിപ്പോയി. Daniel, servant of the living God, has your God whom you serve continually been able to rescue you from the lions? യഹോവയുടെ ദാസനായ ദാനിയേലേ, നിന്നെ നീ ആരാധിക്കുന്ന ദൈവം നിന്നെ രക്ഷിച്ചുവോ എന്ന് വിളിച്ചു ചോദിച്ചു. My God, Daniel answers, may the king live forever. ദാനിയേൽ പറഞ്ഞു, രാജാവ് നിന്നാൾ വാഴട്ടെ. My God sent his angel and he shut the mouths of the lions. എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹക്കുഴിയിൽ നിന്നും സിംഹങ്ങളുടെ വായിൽ നിന്നും എന്നെ രക്ഷിച്ചു എന്ന് ദാനിയേൽ വിളിച്ചു. They have not hurt me. അവർ എന്നെ ഒരു വിധത്തിലും എന്നെ ബുദ്ധിമുട്ടിച്ചില്ല. Because I was found innocent in his sight. കാരണം ദൈവത്തിന് മുമ്പിൽ ഞാൻ നിഷ്കളങ്കനായി കാണപ്പെട്ടു എന്ന് ദാനിയേൽ പറഞ്ഞു. The king was overjoyed. ഈ രാജാവ് അത്യന്തം സന്തോഷിക്കുകയാണ്. God had sent his angels to shut the mouth of the lions. ഈ ദൈവദൂതന്മാർ അയച്ച് ദാനിയേലിന്റെ നേർക്കുള്ള സിംഹങ്ങളെ വായടച്ചതായിട്ടും രാജാവിനും മനസ്സിലായി. The God of Daniel is the same God who works today. ഈ ദാനിയേലിന്റെ ദൈവം അന്ന് മാത്രമല്ല ഇന്നും നമ്മുടെ ചരിത്രത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. C.F. Andrews records in his book about Sadhu Sundar Singh. സാധു സുന്ദർ സിംഗിനെ കുറിച്ച് C.F. ആൻഡ്രൂസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. One day he was going to be attacked by a cheetah. സാധു സുന്ദർ സിംഗ് ഒരു ദിവസം ഇങ്ങനെ യാത്ര പോകുമ്പോൾ തനിക്ക് നേരെ ഒരു വേട്ടപ്പുലി വരുന്നത് കാണുന്നു. The sadhu saw it coming for him and he prayed asking the Lord to ഈ save him. വേട്ടപ്പുലി തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ സുന്ദർ സിംഗ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. And the cheetah which was rushing towards him just went beside him. എന്നാൽ തനിക്ക് നേരെ വന്ന ഈ വേട്ടപ്പുലി അവിടെ നിന്നിട്ട് തിരികെ പോയി. The God who bound the mouths of the lions in Daniel's time is the same living God today. ദാനിയേലിന്റെ കാലഘട്ടത്തിൽ സിംഹങ്ങളുടെ വായ അടച്ച ദൈവം ഇവിടെയും ജീവനോടെയുണ്ട്. Maybe you're thinking, well, this is maybe 100 years ago. Give me some current instance. നിങ്ങൾ ചിന്തിക്കുന്നതിനായി അയ്യോ 100 വർഷം പഴയ ഒരു ഉദാഹരണമാണല്ലോ പറഞ്ഞത്, പുതിയത് വല്ലതും ഉണ്ടോ? Another real life incident comes from our own indigenous Friends Missionary Prayer Band. മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങളുമായി പറയട്ടെ. ഭാരതത്തിലെ തദ്ദേശീയ പ്രവർത്തനമായിരിക്കുന്ന ഫ്രണ്ട്സ് മിഷണറി പ്രെയർ ബാൻഡിൽ നിന്നുള്ള These ഉദാഹരണം. missionaries were walking up a mountain in an interior tribal belt. ഗോത്ര സമൂഹങ്ങൾ താമസിക്കുന്നതായ കാട്ടിനുള്ളിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചില സുവിശേഷകർ And when പോവുകയായിരുന്നു. the two of them were going, they saw a lone tusker rushing towards them. അപ്രകാരം രണ്ട് സുവിശേഷകർ ഗോത്ര വർഗക്കാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ ഇതാ തങ്ങൾക്ക് നേരെ ഒറ്റയാന്മാരായിരിക്കുന്ന എലിഫന്റ്, അതായത് ആനകൾ കടന്നു വരുന്നത് അവർ കാണുകയാണ്. The two missionaries fell down on their knees and prayed, Lord, save us. ഈ സുവിശേഷകർ അവിടെ തന്നെ മുട്ടുകുത്തി തങ്ങൾക്ക് നേരെ ഈ ഒറ്റയാൻ വരുന്നത് കണ്ട് ഭയത്തോടെ പ്രാർത്ഥിച്ചു. The tusker came rushing towards them and screeched to a ഈ halt. ഒറ്റയാൻ അവരുടെ അടുക്കൽ വന്നിട്ട് Hallelujah. മുട്ടുകുത്തി മടങ്ങിപ്പോയി. It's the same God. It is the same God. ഹല്ലേലൂയ, അതേ ദൈവമാണ് ജീവിക്കുന്നത്. He is the one who saves us. അവനാണ് നമ്മളെ വീണ്ടെടുക്കുന്ന The വിടുവിക്കുന്ന ദൈവം. God of Daniel is the God of today. ദാനിയേലിന്റെ ദൈവം ഇന്നിന്റെ ദൈവമാണ്. The God of Daniel continues to work in saving his people. ദാനിയേലിന്റെ ദൈവം ഇപ്പോഴും തന്റെ ജനത്തെ വീണ്ടെടുക്കാനായി വിടുവിക്കാനായി But you പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. and I are called to practice the values of the kingdom. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ദൈവത്തിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കേണ്ടതായിട്ടുണ്ട്. And then we see Darius's doxology, his praise for Yahweh. ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നു ദാരിയേസ് രാജാവിന്റെ സ്തുതിഗീതങ്ങൾ നമ്മൾ കാണുകയാണ്. In verses 26b to 28, Darius was extremely happy. 26-28 വാക്യങ്ങളിൽ കാണുന്നു ഈ രാജാവ് അത്യന്തം സന്തോഷിച്ച് ദൈവത്തിന് സ്തുതിഗീതങ്ങൾ Because ആലപിക്കുകയാണ്. he knew that the God whom Daniel had trusted had saved him. യഥാർത്ഥത്തിൽ ദാനിയേലിനെ വിശ്വസിച്ച ദൈവം ദാനിയേലിനെ രക്ഷിച്ചു എന്ന് രാജാവ് മനസ്സിലാക്കുകയാണ്. He then punished those who had schemed this wicked plan. മറുവശത്ത് അദ്ദേഹം ഈ കുതന്ത്രങ്ങൾ ആലോചിച്ചവരെ ശിക്ഷിക്കുകയാണ്. And they were put into the lion's den and they were killed. അവരെ അവൻ ഈ ദാനിയേലിന് വേണ്ടി ഒരുക്കിയ സിംഹക്കുഴിയിലിട്ട് അവർ കൊല്ലപ്പെടുകയാണ്. But the king orders a decree.
രാജാവ് തന്റെ രാജ്യത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. He says all people should fear and reverence the God of Daniel. എല്ലാ ജനതകളും ദാനിയേലിന്റെ ദൈവത്തെ കാണുകയും ആരാധിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു കൽപ്പന ആ നാട്ടിൽ പുറപ്പെടുവിച്ചു. And look at his doxology. അങ്ങനെ അപ്രകാരം അദ്ദേഹത്തിന്റെ ദൈവസ്തുതികളെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. He is the living God. ദാരിയേസ് രാജാവ് പറയുന്നു, അവനാണ് ജീവനുള്ള ദൈവം. He endures forever. അവൻ എന്നേക്കും നിലനിൽക്കുന്നവനാണ്. His kingdom will not be destroyed. അവന്റെ രാജ്യത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാവുകയില്ല. His dominion will never end. അവന്റെ ആധിപത്യം ഒരിക്കലും അവസാനിക്കുകയില്ല. He rescues and he saves. അവൻ നമ്മെ വിടുവിക്കുകയും നമ്മളെ രക്ഷിക്കുകയും He ചെയ്യുന്നു. performs signs and wonders അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന in the ദൈവമാണ്. heavens and on the earth. സ്വർഗത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ദൈവമാണ്. He has rescued Daniel from the power of the lions. ദാനിയേല് ഈ സിംഹക്കുഴികളിൽ നിന്നും അവനെ ദൈവം വിടുവിക്കുകയാണ്. Daniel in the lion's den was a secret code for early Christians during the time of persecution. പീഡനകാലത്ത് ആദിമ സഭാവിശ്വാസികൾ ദാനിയേൽ ഈ സിംഹക്കുഴി എന്ന് പറയുന്നത് ഒരു രഹസ്യ കോഡായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. The den being open and Daniel being found alive has resurrection echoes. ഈ കുഴി തുറന്ന് ദാനിയേല് ജീവനോടെ കാണുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ സൂചന Just കൂടിയാണ്. as Jesus came out of the sealed tomb from certain death, യേശു കർത്താവ് എപ്രകാരം കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നു, അതുപോലെ തന്നെ ദാനിയേൽ വരികയാണ്. in both instances the early morning spirit is one of a call to faithfulness. രണ്ട് സംഭവങ്ങളും നമ്മൾ കാണുമ്പോൾ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തത അവിടെ May സൂചിപ്പിക്കുകയാണ്. we continue to remain faithful to God as men and women of integrity. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് വിശ്വസ്തരായി സത്യസന്ധരായി നമുക്ക് ജീവിക്കാം. As we come to the close of this convention, ഈ കൺവെൻഷന്റെ സമാപന നിമിഷത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ God reminds us ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു with a clear word calling us to turn back to Him. വളരെ ശക്തമായി നമ്മളോട് പറയുന്നു, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. We are called to live as the people of God, നമുക്ക് ദൈവത്തിന്റെ ജനമായി ജീവിക്കാൻ, walking in faith, വിശ്വാസത്തിൽ ജീവിക്കാൻ, obeying God's word, ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട്, doing what is just and right, നീതി ന്യായവും നിർവഹിച്ചുകൊണ്ട്, so that we would be a blessing to the nation. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരത്തക്കണം ഇപ്രകാരം ജീവിക്കാൻ ദൈവം നമ്മളോട് In പറയുകയാണ്. Exodus and 1 Peter we were reminded that we are a chosen people. പുറപ്പാട് പുസ്തകത്തിലും 1 പത്രോസിന്റെ 2-ാം അധ്യായത്തിലും നമ്മൾ കണ്ടു ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളത്. God's treasured possession, we belong to Him. നമ്മൾ ദൈവത്തിന്റെ അമൂല്യ നിധികളാണ്, നമ്മൾ ദൈവത്തിനുള്ളവരാണ് എന്ന് A കാട്ടി. royal priesthood രാജകീയ പുരോഹിത വർഗമാണെന്നും and നമ്മൾ a holy ധ്യാനിച്ചു. nation. ദൈവത്തിന്റെ ജനതയാണെന്നും നമ്മൾ ധ്യാനിച്ചു. God's own people, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. called not for privilege but for mission. പദവികൾക്ക് വേണ്ടി വിളിച്ചതല്ല, ദൗത്യത്തിന് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. To proclaim God's excellencies ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചാക്കിയിരിക്കുകയാണ്. through our lives that reflect His light. നമ്മുടെ ജീവിതത്തിലൂടെ അവന്റെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കാനായി വിളിച്ചിരിക്കുന്നു. And in the life of Daniel, ദാനിയേലിന്റെ ജീവിതത്തിലും we have learned how to live out this calling എങ്ങനെയാണ് ഇപ്രകാരം ജീവിക്കേണ്ടതെന്ന് നമ്മൾ in our കാണുവാൻ ഇടയായി. hostile world. ഇന്നേ വെറുപ്പും വിദ്വേഷമുള്ള ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, Living with integrity സത്യസന്ധതയോടും സമഗ്രതയോടും കൂടെ that എപ്രകാരം cannot be ജീവിക്കാം, bought. ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്തുവാൻ കഴിയാത്ത സത്യസന്ധത A പുലർത്തുക, faithfulness that does not bend. ഒരിക്കൽ പോലും നമ്മുടെ വിശ്വാസം അവിടുന്ന് മുട്ടുമടക്കുവാൻ കഴിയുകയില്ല. Prayer that sustains പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥനയിൽ തുടരുക, and steadfastness that endures. നമ്മൾ വിശ്വാസത്തിൽ എപ്പോഴും മുന്നേറ്റങ്ങൾ As we നടത്തിക്കൊണ്ടിരിക്കുക. now return to our homes, churches and workplaces, നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഭവനത്തിലേക്ക്, ഇടവകളിലേക്ക്, നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ may these truths shape our living. ഈ വചനങ്ങൾ, ഈ സത്യം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തട്ടെ. Walking in the way of the Lord, ദൈവത്തിന്റെ വഴിയിൽ നടന്നുകൊണ്ട്, standing in the gap as God's priestly people, ദൈവത്തിന്റെ പൗരോഹിത്യമായി അവർക്ക് വേണ്ടി, ജനതയ്ക്ക് വേണ്ടി നിന്നുകൊണ്ട്, and living by God's values with courage and consistency. ദൈവത്തിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് സ്ഥായിയായ ഭാവത്തോടു കൂടെ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. But I want to remind you that we cannot do this by our own strength. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നമുക്ക് സ്വന്തമായി ഇത് ചെയ്യുവാൻ കഴിയുകയില്ല. You've heard God's word over these last 8 days from last Sunday till today. 8 ദിവസങ്ങൾക്കധികമായി കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് വരെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ And if കേൾക്കുകയായിരുന്നു. you feel that God has been speaking to you very clearly,
ദൈവം നമ്മളോട് കൃത്യമായി സംസാരിച്ചുവെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, and you want God's help, the power of the Spirit to help you, ദൈവത്തിന്റെ സഹായം എനിക്ക് വേണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, and the Holy Spirit will be given to us when we ask Him. പരിശുദ്ധാത്മാവ് നമ്മൾ ചോദിച്ചാൽ അവൻ തരിക തന്നെ ചെയ്യും. I want you to make a commitment today ഈ സമയത്ത് നിങ്ങൾ ഒരു സമർപ്പണത്തിലേക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. that when you go out from here, ഈ പന്തലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ that you will live by the values of God. ദൈവത്തിന്റെ മൂല്യങ്ങളിൽ നമ്മൾ ജീവിക്കുമെന്ന് ഉറപ്പാക്കണം. And if you want to make that commitment, I want you to stand up in your place. ഈ സമർപ്പണത്തിലേക്ക് നിങ്ങൾ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഞാൻ And you ആഗ്രഹിക്കുന്നു. say, God, I want to live by your values from today. നമുക്ക് പറയാം, കർത്താവേ, നിന്റെ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന് I പറയാം. know I can't do this on my own strength, എന്നെ കൊണ്ട് മാത്രം ഇത് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് but with ഏറ്റുപറയാം. the power of the Holy Spirit. പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കും. I'm going to conclude with a prayer for you. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷ ഞാൻ I'm going to പൂർത്തീകരിക്കട്ടെ. pray that the Holy Spirit would fall upon you നിങ്ങളുടെ afresh. മേൽ പരിശുദ്ധാത്മാവ് വരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ That the ആഗ്രഹിക്കുന്നു. power of the Spirit would enfold you and give you the strength to stand firm in the days to come. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിങ്ങൾ ശക്തിപ്പെട്ട് കർത്താവിന്റെ നാളുകളിൽ ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Father, we come into your presence this afternoon. കർത്താവേ, ഉച്ച കഴിഞ്ഞ സമയത്ത് നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു പിതാവേ. We thank you for speaking to us through your word. നിന്റെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. Thank you for people like Daniel who stood by your values. ദാനിയേലിനെ പോലെ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വീര സാഹസികരായ വിശ്വാസികൾക്കായിട്ട് സ്തോത്രം. Thank you that his orientation was towards Jerusalem, towards Yahweh. ദാനിയേലിന്റെ വിശ്വാസത്തിന്റെ രൂപപ്പെടൽ യെരുശലേമിലേക്ക് നോക്കിയായിരുന്നു എന്ന് ഞങ്ങൾ പഠിച്ചുവല്ലോ. In the same way, help our orientation be towards Jesus and the kingdom of കർത്താവേ, God. അപ്രകാരം തന്നെ ഞങ്ങളുടേതായ രൂപപ്പെടൽ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ടായിരിക്കാൻ ഇടയാകണമേ. This afternoon I pray for an outpouring of your Holy ഈ Spirit. ഉച്ച കഴിഞ്ഞ് ഞാൻ പരിശുദ്ധാത്മാവിന്റെ Pour out your ആവാസത്തിന് വേണ്ടി Spirit. പ്രാർത്ഥിക്കുകയാണ്. Pour out your Holy Spirit. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ Hallelujah. അയക്കണമേ. Hallelujah. ഹല്ലേലൂയ. Lord, you said I will pour out my Spirit on നീ the last പറഞ്ഞല്ലോ days. പരിശുദ്ധാത്മാവിനെ Your young ജനത്തിന് നീ men shall see അയക്കുമെന്ന്. dreams. കർത്താവേ, ഞങ്ങൾ Your old ദർശനങ്ങൾ men shall കാണുവാൻ. see visions. കർത്താവേ, ഞങ്ങൾ Your സ്വപ്നങ്ങൾ sons and കാണുവാൻ. daughters will prophesy. കർത്താവേ, ഞങ്ങളുടെ പുത്രീ Oh, പുത്രന്മാർ Holy Spirit of അവിടുന്ന് God, പ്രവചിക്കുവാൻ. fall afresh, fall afresh. കർത്താവേ, പരിശുദ്ധാത്മാവ് Fill ജനത്തിന്മേൽ your വരണമേ. people, fill നിന്റെ- your people with your Spirit. നിന്റെ ജനത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Like the day of Pentecost. പെന്തക്കോസ്ത് നാളിലെ പോലെയുള്ള Come, Holy അനുഭവം. Spirit. ദൈവത്തിന്റെ Come, Holy പരിശുദ്ധാത്മാവ് Spirit. വരണമേ. Empower us. ഞങ്ങളെ ശക്തീകരിക്കണമേ. Strengthen us. ഞങ്ങളെ ബലപ്പെടുത്തണമേ. That when we go out from this pandal, കർത്താവേ, ഞങ്ങൾ ഈ പന്തലിൽ നിന്ന് പോകുമ്പോൾ that we would be anointed by your Holy ഞങ്ങൾ Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി That we പോകുവാൻ would be ഇടയാക്കണമേ. strengthened. കർത്താവേ, നീ ഞങ്ങളെ ശക്തീകരിച്ച് That അയക്കണമേ. we would lead faithful lives കർത്താവേ, ഞങ്ങൾ വിശ്വസ്ത ജീവിതങ്ങൾ and നയിക്കുവാൻ walk as men ഇടയാകണം. and women of integrity. കർത്താവേ, ഞങ്ങൾ സ്ത്രീ സഹോദരി സഹോദരങ്ങൾ എന്ന നിലയിൽ ദൈവത്തിന്റെ വിശ്വസ്തരായിരിക്കാൻ, ദൈവത്തിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചിരിക്കുവാൻ As these children സഹായിക്കണമേ. have made that commitment, കർത്താവേ, ഞങ്ങൾ ഈ സമർപ്പണം ഏറ്റെടുക്കുകയാണ്. strengthen the work of their hands. കർത്താവേ, നിന്റെ ജനത്തിന്റെ പ്രവർത്തികളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. Protect them from all the fiery darts of the evil one. എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും നിന്റെ ജനത്തെ അവിടുന്ന് സൂക്ഷിച്ചു കൊള്ളണമേ. Sustain them by your grace. കർത്താവേ, നിന്റെ കൃപ കൊണ്ടവരെ താങ്ങിക്കൊള്ളണമേ. And may your anointing remain with them. കർത്താവേ, നിന്റെ ആത്മാഭിഷേകം അവരുടെ മേൽ തുടരും ഉണ്ടായിരിക്കണമേ. In Christ's holy name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. God bless you all. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.